അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദിലെ 12ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തു സാനിയത്ത് അഷർ 12ാമത്തെ പാഠം മുർഹു ബി ഹുസ്നി ത്വലബ്. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. ഇത് സയ്യിദ് ബിൻ സഅന, ജൂത പുരോഹിതൻ. അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വന്നു. ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കുറച്ച് പണം ആവശ്യമായിരുന്ന സന്ദർഭമായിരുന്നു അത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം മനസ്സിലാക്കിയ ആ ജൂതൻ 80 മിസ്കാൽ സ്വർണം നിശ്ചിത അവധിക്ക് കടം തരാമെന്ന് ഏറ്റു. അവധി തീരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അപ്പോൾ അവിടുന്ന് ഒരു ജനാസ സംസ്കാര ചടങ്ങിലായിരുന്നു. കൂടെ സ്വഹാബികളുമുണ്ട്. ആ ജൂതൻ കടന്നു വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽമുണ്ടും കുപ്പായവും ഒന്നിച്ച് പിടിച്ചു വലിച്ചു. ഏറെ പരുഷമായി പണം തിരിച്ചു ചോദിച്ചു. ഇത് കണ്ട് കോപിതനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനായി പറഞ്ഞു, ഉമർ, എനിക്കും ഇദ്ദേഹത്തിനും ഇതല്ല ആവശ്യം. അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത്. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പണം തിരിച്ചു നൽകാനും അയാളെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി കുറച്ചധികം കൊടുക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു. കൊടുത്തതിലേറെ തിരിച്ചു കിട്ടിയ അയാൾ കാരണം അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം കേട്ട അയാൾ പറഞ്ഞു, പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളായി പൂർവ്വവേദത്തിൽ പറഞ്ഞ പലതും ഞാൻ മുഹമ്മദിന്റെ മുഖത്ത് കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ സഹിഷ്ണുവായിരിക്കും എന്ന അടയാളം എനിക്ക് ബോധ്യപ്പെടാൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ പരുഷമായി പെരുമാറിയത്. ഇപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ധാരാളം ജൂതരും ക്രിസ്ത്യാനികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. അതിൽ പ്രമുഖനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അങ്ങയെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകനുമായി നാം നിയോഗിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ദാസനും പ്രവാചകനുമാണ്. മുത്തവക്കിൽ എന്ന അങ്ങയെ നാം വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവിയല്ല, അങ്ങാടിയിൽ ഒച്ച വെക്കുന്നവനുമല്ല, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവനാണ്. തൗറാത്തിലും ഇഞ്ചീലിലും പുരോഹിതന്മാർ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലത് അതിൽ ബാക്കിയായി എന്നത് അത്ഭുതം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅറിഫൂനഹു കമാ യഅറിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സ്വന്തം മക്കളെ അറിയുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. നിശ്ചയം അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വയ്ക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായില്ലേ? നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. 2. ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. 3. പരുഷ സ്വഭാവിയല്ല. 4. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി. ഇപ്പുറത്ത് നോക്കുകയെ അബ്ദുല്ലാഹി ഇബ്നു സലാം. ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സി. സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. ഡി. ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ 1ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി പെരുമാറി. അതിനുശേഷം ഓപ്ഷൻ സി, സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു. 2.
ജൂത പുരോഹിതനോട് ദേഷ്യപ്പെട്ടു. അതിന് ശരിയായത് ഓപ്ഷൻ ഡി ഉമർ റളിയല്ലാഹു അൻഹു. 3. പുരുഷ സ്വഭാവിയല്ല. അതിന് ശരിയായത് ഓപ്ഷൻ ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4. തൗറാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ മനസ്സിലാക്കി. ചരിത്രം എ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു. സി ഡി ബി എ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, സയ്യിദ് ബിനു സഅന റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സഹിഷ്ണുവായിരിക്കും എന്ന അടയാളം ബോധ്യപ്പെടാൻ വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുരുഷമായി പെരുമാറി. അപ്പോൾ അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ടതോടെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. 2. പുരോഹിതനോട് ദേഷ്യപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം നോക്കൂ. ഉമർ, എനിക്കും ഇദ്ദേഹത്തിനും ഇതല്ല ആവശ്യം. അദ്ദേഹത്തോട് മാന്യമായി ചോദിക്കാനും എന്നോട് മാന്യമായി തിരിച്ചു കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 3. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. എങ്ങനെ? ഉത്തരം, തൗറാത്തിലും ഇഞ്ചീലിലും പുരോഹിതന്മാർ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലത് അതിൽ ബാക്കിയാക്കി എന്നത് അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുത എന്ന വിഷയത്തിൽ പ്രബന്ധം തയ്യാറാക്കുക. ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുത. ഇന്നോക്കൂ, അനന്തമായ കരുണയുടെയും ആർദ്രതയുടെയും സഹിഷ്ണുതയുടെയും അളവില്ലാത്ത നിറകുടമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലിവിനും കരുണയ്ക്കും സഹിഷ്ണുതയ്ക്കും ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള പരിമിതികൾ ഉണ്ടായിരുന്നില്ല. തനിക്ക് നേരെ വാളോങ്ങിയ ശത്രുവിനോട് പോലും സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. തൻ്റെ ഷാൾ പിടിച്ച് വലിച്ച് തന്നെ ബുദ്ധിമുട്ടിച്ച ആൾക്ക് പോലും അദ്ദേഹം പുറത്തു കൊടുത്തിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട ശത്രുക്കളുടെ കാര്യത്തിൽ പോലും അദ്ദേഹം ഈ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം തടവുകാർക്ക് മാപ്പ് നൽകുകയും അവരെ വിട്ടയക്കുകയുമാണ് ചെയ്തത്. തടവുകാരോട് നല്ല രീതിയിൽ വർത്തിക്കാൻ തൻ്റെ സ്വഹാബികൾക്ക് നിർദ്ദേശവും നൽകി. ഒരിക്കൽ സയ്യിദ് ബിനു സഅന എന്ന ജൂത പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് വന്നു. ജനാസ സംസ്കാര ചടങ്ങ് നിർവഹിച്ചു കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽമുണ്ടും കുപ്പായവും ഒന്നിച്ച് പിടിച്ചു വലിക്കുകയും ഏറെ പരുഷമായി പണം തിരിച്ചു ചോദിക്കുകയും ചെയ്തു. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂതനോട് കോപപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയും അദ്ദേഹത്തിന് പണം തിരിച്ചു നൽകാനും ജൂതനെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി കുറച്ചധികം കൊടുക്കാനും ആവശ്യപ്പെടുകയാണ് ചെയ്തത്. എന്താണ് വിശ്വാസം എന്ന് സ്വഹാബികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ വിശ്വാസം ക്ഷമയും സഹിഷ്ണുതയുമാണ് എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അത് കാണിച്ചു തരികയും ചെയ്തു. തഖ്സീസിൽ രണ്ടാമത്തത്, പൂർവ്വവേദങ്ങളിൽ പ്രവാചകൻ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. ബഹുമാന്യ സദസ്യരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണല്ലോ ഖുർആൻ. അതുപോലെ അല്ലാഹു തആല മറ്റ് പ്രവാചകന്മാർക്കും കിതാബുകൾ നൽകിയിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ എന്നിവയാണവ. ഈ കിതാബുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ അവതരിക്കപ്പെട്ടതായിരുന്നെങ്കിലും ഇവയിലെല്ലാം ജനിക്കാൻ പോകുന്ന അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും പുരോഹിതന്മാർ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലത് അതിൽ ബാക്കിയായി എന്നത് അത്ഭുതം തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു,
الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് സ്വന്തം മക്കളെ അറിയുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. നിശ്ചയം അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ തൗറാത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അങ്ങയെ സാക്ഷിയും സുവിശേഷം അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരും സംരക്ഷകനുമായി നാം നിയോഗിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ ദാസനും പ്രവാചകനുമാണ്. മുത്തവക്കിൽ എന്ന അങ്ങയെ നാം വിളിക്കുന്നു. അങ്ങ് ഗൗരവക്കാരനല്ല, പരുഷ സ്വഭാവിയല്ല, അങ്ങാടിയിൽ ഒച്ച വെക്കുന്നവനുമല്ല, തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്നവനുമല്ല, എന്നാൽ പൊറുക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നവനാണ്. കൂട്ടുകാരെ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അവൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ എല്ലാ സവിശേഷതകളും ഒത്തൊരുമിച്ച കരുണയുടെയും സഹിഷ്ണുതയുടെയും അളവില്ലാത്ത നിർഗുണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ പല പുരോഹിതന്മാർ ഈ അടയാളങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ മഹനീയ പ്രവാചകനെ സ്നേഹിക്കാനും ആ മഹനീയ പാത പിന്തുടരാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.